ഏഴാറ്റുമുഖം ഗണപതി ഇറങ്ങി എന്നുള്ളതാണ് വാർത്ത. അരൂർമുഴി ജംഗ്ഷനിലാണ് ആന ഇറങ്ങിയത്. ജംഗ്ഷന് സമീപത്തെ തോട്ടത്തിലും നിലയുറപ്പിച്ച ആന എണ്ണപ്പനകളൊക്കെ മറിച്ചിട്ടു. ആനയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും ജനവാസ മേഖലയിൽ നിന്ന് തുരത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. MS ലിഷോയുണ്ട് നമുക്കിപ്പം. ലിഷോയ്, ജനവാസ മേഖലയിൽ ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആനയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നക്കാരനായ ഒരു ആനയാണ് ഏഴാറ്റുമുഖം ഗണപതി. ഇതിപ്പോൾ ആനയെ തിരികെ ഓടിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴായിരുന്നു സംഭവം? എന്തെങ്കിലും ഇന്നും ഇതുപോലെ എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായോ? ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്ലാന്റേഷൻ മേഖലയിലാണ് നിലയുറപ്പിച്ചു. അവിടെ എണ്ണപ്പന കുത്തിമറിച്ചിടുകയും അത് ഭക്ഷിക്കുകയും ചെയ്തു. സ്ഥിരമായി ഈ മേഖലയിൽ ഉണ്ടാകാറുള്ള പക്ഷേ ഈ ആളുകൾക്ക് നേരെയൊന്നും തന്നെ ഇതുവരേക്കും അങ്ങനെ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ആനയെ അവശ നിലയിൽ പ്ലാന്റേഷൻ മേഖലയിൽ കണ്ടെത്തിയത്. അന്ന് 2-3 ദിവസം ഈ ആനയെ നിരീക്ഷിച്ചിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. പിന്നീട് ആന കാട് കയറിയതോടുകൂടി പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഈ ഏഴാറ്റുമുഖം ഭാഗത്തും അരൂർമുഴി ഭാഗത്തും അതിന് പിന്നിൽ പോലീസ് സ്റ്റേഷൻ ഭാഗത്തുമെല്ലാം തന്നെ ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ മേഖലയിൽ സ്ഥിരമായി ഈ ആനയുടെ സാന്നിധ്യമുണ്ട്. നാട്ടുകാർ ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന ഈ ആന സ്ഥിരമായി ഈ മേഖലയിൽ എത്തുകയും ചിലയിടങ്ങളിൽ. ശരി ലിഷു, എന്താണെങ്കിലും ആനയെ തിരികെ തുരത്തി ആനയെ തിരിച്ച് കാട്ടിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റും ഒക്കെ ചേർന്ന് വാച്ചർമാരൊക്കെ ചേർത്ത് വിട്ടു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം.